ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി അല്പസമയത്തിനകം ആരംഭിക്കും. ജഹാസ് മഹലിൽ നിന്നാണ് റാലി ആരംഭിക്കുക. റാലി കടന്നു പോകുന്ന വഴിയിൽ അർദ്ധസൈനിക വിഭാഗത്തെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ആഘോഷമാക്കി AAP. ഇന്ന് മോദിക്കെതിരെ ആഞ്ഞടിച്ചു അരവിന്ദ് കെജ്രിവാൾ. റാലി എത്രത്തോളം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകളുണ്ട്? വിശദാംശങ്ങൾ. ഗോകുൽ, വലിയൊരു റാലിയാണ് ആം ആദ്മി സംഘടിപ്പിക്കാൻ ഒരുക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, നിരവധി പ്രവർത്തകരാണ്, നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ മെഹ്റോളിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും റാലി ആരംഭിക്കുക. മലയാളികളുടെ സാന്നിധ്യവും ഈ റാലിയുടെ ഒരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ ചെണ്ടമേളം അടക്കമുള്ള കാര്യങ്ങൾ മലയാളികളുടെ നേതൃത്വത്തിൽ ഈ റോഡ് ഷോയുടെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള സ്ത്രീ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യവും മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ വലിയ രീതിയിൽ ഒരു ആഘോഷമാക്കി ആം ആദ്മി മാറ്റുകയാണ്. നിരവധി പ്രവർത്തകർ കൊടിതോരണങ്ങളുമായും അരവിന്ദ് കെജ്രിവാളിന് മുദ്രാവാക്യം മുഴക്കിയും ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ റാലി തുടങ്ങുന്നത് ജഹാസ് മഹൽ എന്ന് പറയുന്ന ഈ മുഗൾ രാജവംശത്തെ പണിത ഇവിടെ നിന്നാണ് ഈ റാലി ആരംഭിക്കുന്നത്. തുടർന്ന് മെഹ്റോളി ജംഗ്ഷനിലേക്കാണ് ഈ റാലി അവസാനിക്കുക. ഏതാണ്ട് 1 കിലോമീറ്ററോളം ഈ റോഡ് ഷോ ഉണ്ടാകും. ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. പോലീസിനോടൊപ്പം അർദ്ധസൈനിക വിഭാഗവും ഇവിടെ സുരക്ഷയുടെ ഭാഗമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നേരത്തെ ബോംബ് സ്ക്വാഡ് അടക്കമെത്തി അവസാനഘട്ട പരിശോധനകൾ നടത്തിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ റോഡ് ഷോയുടെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. നിരവധി പ്രവർത്തകരാണ്, അല്ലെങ്കിൽ പ്രവർത്തകരുടെ സാന്നിധ്യമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നത്. ഈ സൗത്ത് ഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മെഹ്റോളിയിലാണ് ഈ റാലി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സഹിറ പഹൽവാനാണ് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി. അങ്ങനെ ആം ആദ്മിയുടെ 4 ഇടങ്ങളിലാണ് മത്സരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ ആം ആദ്മി പാർട്ടിക്ക് വിജയം നേടാൻ കഴിയുമെന്നുള്ള നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം അത് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രചരണമാക്കിക്കൊണ്ട് അത് ജനങ്ങൾക്ക് ഡോർ ടു ഡോർ ക്യാമ്പയിൻ അടക്കം ഇനിയുള്ള വരും ദിവസങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ട് അത് വോട്ടാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇവിടെ കാണാൻ കഴിയുന്നത്. പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിരവധി പ്രവർത്തകർ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. എണ്ണമറ്റ ഒരു പ്രവർത്തക സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനകം ഈ റാലി റോഡ് ഷോ ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് മന്നും രണ്ടുപേരും ചേർന്നായിരിക്കും ഈ റോഡ് ഷോ ഇവിടെ നടത്തുക. ഗോകുൽ, ശരി. അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിന്റെ ഒരു ആവേശം, ആ മൊമെന്റം അതുപോലെ നിലനിർത്താനാണ് AAPയുടെ ശ്രമം. ഇന്ന് മോദിക്കെതിരെ ആഞ്ഞടിച്ചു വാർത്താ സമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോൾ അല്പസമയത്തിനകം ഡൽഹിയിൽ വലിയ റാലിക്കാണ് ആം ആദ്മി പ്രവർത്തകർ ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. MG പ്രതീക്ഷ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീക്ഷ, ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും മഴ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് മുന്നറിയിപ്പ്? എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? ഗൂഗിൾ, നേരത്തെ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായൊരു കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്.
മറ്റ് ജില്ലകളിൽ നാളെയും യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ടാണ്. മധ്യ കേരളം ഒഴികെ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ കൂടുതൽ സജീവമാവുക. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും പ്രധാനമായും സാധ്യതയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾ പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന ഉയർന്ന താപനിലയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഉച്ചവരെ പല ജില്ലകളിലും 36 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ കൂടുതൽ ശക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യവും. മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നു. ഗോകുൽ. ശരി, എം ജി പ്രതീഷ് ആണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോട്ടയത്ത് അതിശക്തമായ മഴയെന്ന വാർത്ത വരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോൾ നേരിയ ശമനമുണ്ട്. കിഴക്കൻ മേഖലകളിലും കോട്ടയം നഗരത്തിലും ശക്തമായ മഴ ലഭിച്ചു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ. ടോബി, കടുത്ത ചൂടിനൊരാശ്വാസമായി നല്ല മഴ ലഭിച്ചു അവിടെ? ഗോകുൽ, തീർച്ചയായിട്ടും ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിരുന്നാലും ഈ മഴയെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ശക്തമായി തന്നെ ഉണ്ട്. അതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രാവിലെ ശക്തമായിട്ടുള്ള ചൂടാണ് പല ദിവസങ്ങളിലും അനുഭവപ്പെടുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, ഒപ്പം തന്നെ ഇടിയോടുകൂടിയ മഴ പെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. വൈക്കത്തൊക്കെ വലിയ നാശനഷ്ടമുണ്ടായി. ഒപ്പം തന്നെ പാല, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ മേഖലകളിൽ, മുണ്ടക്കയം പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള മഴ ഇവിടെയും തുടർന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ശക്തമായി പെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 2 മണിയോടുകൂടിയാണ് കോട്ടയം നഗരത്തിലടക്കം ശക്തമായിട്ടുള്ള മഴ പെയ്തത്. അത് ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറോളം നീണ്ടുനിന്നു. ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നേരിയൊരു ശമനമുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും മൂടിക്കട്ടിയ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലും രാത്രിയിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ചൂട് ഉച്ചവരെയുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള മഴ പെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടിമിന്നലേറ്റ് ചിലർ 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ കൃത്യമായി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുമുണ്ട്. ഗോകുൽ. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. മഴയുടെ സാഹചര്യം അത് ചൂടിനൊരാശ്വാസമാണെങ്കിൽ പോലും ഇടിമിന്നലും മുന്നറിയിപ്പുണ്ട്, ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ഈ മഴയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പും മഴയുടെ സാഹചര്യവും. ഇനി ഒരു കായിക വാർത്തയിലേക്കാണ്. ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബൗളർ ജെയിംസ് ആൻഡേഴ്സൺ വിരമിക്കുന്നു. 41 വയസ്സിലാണ് ആൻഡേഴ്സൺ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനിൽ, 41 വയസ്സ് വരെ ഏതാണ്ട് ഒരു തലമുറയാകെ ത്രസിപ്പിച്ച ഒരു ബോളറാണ്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് എപ്പോഴും വലിയ തലവേദന സൃഷ്ടിച്ച ഒരു ബോളർ കൂടിയാണ്. ടെസ്റ്റിൽ 200 വിക്കറ്റ് പോലുള്ള വലിയ നേട്ടങ്ങളും ഉണ്ട്. ഇനി ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് നിരയിൽ ഒരു തലമുറ മാറ്റമാണോ ലക്ഷ്യം ഈ വിരമിക്കൽ? അങ്ങനെ തന്നെയാണ് ഗോകുൽ. ഇന്നലെ വന്ന വാർത്തകൾ പ്രകാരം ഉടൻ തന്നെ ഒരുപക്ഷെ ഒരു തലമുറ മാറ്റത്തിന്റെ ഭാഗമായി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നതിന്റെ ഭാഗമായി ജെയിംസ് ആൻഡേഴ്സൺ വിരമിക്കണമെന്ന ടീമിന്റെ പരിശീലകനായ ബ്രണ്ടൻ മക്കല്ലം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജെയിംസ് ആൻഡേഴ്സൺ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈയിൽ നടക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് തന്റെ അവസാന ടെസ്റ്റ് മത്സരമായിരിക്കുമെന്നാണ്, തന്റെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കുമെന്നാണ് ഇപ്പോൾ ജിമ്മി ആൻഡേഴ്സൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തലമുറകളെ പ്രചോദിപ്പിച്ച ഒരു താരമാണ്. ഒരുപക്ഷെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ബൗളേഴ്സിലെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ബൗളറാണ് ജെയിംസ് ആൻഡേഴ്സൺ. 2002 ഓസ്ട്രേലിയക്കെതിരെയാണ് അദ്ദേഹം തൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നത്. തൊട്ടടുത്ത വർഷം അദ്ദേഹം ടെസ്റ്റിലും അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് ഇങ്ങോട്ട് ഏതാണ്ട് 22 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ കരിയർ, അതിൽ എണ്ണമറ്റ മൈൽ സ്റ്റോണുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാനായി. അതിൽ എടുത്തു പറയേണ്ടത് ടെസ്റ്റ് ബൗളിങ്ങിലെ ഫിഗേഴ്സ് തന്നെയാണ്. 700 വിക്കറ്റ് സ്വന്തമാക്കുന്ന ആദ്യത്തെ ഫാസ്റ്റ് ബൗളർ എന്ന നേട്ടം അദ്ദേഹത്തിന് സ്വന്തമാണ്. ടെസ്റ്റ് വിക്കറ്റ് ടേക്കർമാരിൽ 3-ാം സ്ഥാനത്താണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. 800 വിക്കറ്റുള്ള മുത്തയ്യ മുരളീധരനും 708 വിക്കറ്റുള്ള ഷെയ്ൻ വോണും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പരമ്പരയിൽ മൊത്തം കളിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് 2-ാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള അവസരമുണ്ട്. ഇപ്പോഴും അത് ആ സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ആ മത്സരത്തിൽ അദ്ദേഹത്തിന് 8-ലധികം വിക്കറ്റ് വീഴ്ത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിന് ഒട്ടും മൂർച്ച കുറഞ്ഞിട്ടില്ല. അത്ര മികച്ച പ്രകടനം തന്നെയാണ് സമീപകാലത്ത് പോലും അദ്ദേഹത്തിന് കാഴ്ചത്. ഒരുപക്ഷെ ഒരു ചെറിയ ഡിപ്പ് വന്നത് കഴിഞ്ഞ 2 പരമ്പരകളിലാണ്. ഓസ്ട്രേലിയക്കെതിരായ ആഷസ് പരമ്പരയിൽ അദ്ദേഹത്തിന് 5 വിക്കറ്റ് എടുക്കാൻ
മാത്രമേ സാധിച്ചുള്ളൂ. ഇന്ത്യക്കെതിരായ പരമ്പരയിലും 4 ടെസ്റ്റിൽ നിന്ന് 10 വിക്കറ്റ്, അതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഇതൊരു പക്ഷേ ജെയിംസ് ആൻഡേഴ്സൺ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാർക്ക്വുഡ് അടക്കമുള്ള പുതിയ താരങ്ങളെ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരുപക്ഷെ ജെയിംസ് ആൻഡേഴ്സണോട് ഇപ്പോൾ വിരമിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് കളിച്ച താരമാണ് ജെയിംസ് ആൻഡേഴ്സൺ. 187 മത്സരങ്ങൾ, അതിൽ നിന്ന് 700 വിക്കറ്റ്. അങ്ങനെ ഇംഗ്ലണ്ടിനായി ടെസ്റ്റിലും ഏകദിനത്തിലും കൂടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരം. എന്തായാലും വലിയ നിരാശ തന്നെയായിരിക്കും ഒരുപക്ഷെ പേസ് ബൗളിംഗ് ആരാധകർക്ക് ജെയിംസ് ആൻഡേഴ്സന്റെ ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനം. ഗോകുൽ, തീർച്ചയായും വേഗവും സ്വിങ്ങും കൊണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഓടി വന്ന് പന്തറിയുന്ന പേസർമാരെ പോലും, നാടൻ ക്രിക്കറ്റ് കളിക്കാരെ പോലും ത്രസിപ്പിച്ച കായിക താരമാണ്. അങ്ങനെ ഒരു പേസർ, ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റിന്റെ ഈറ്റിലെത്തി നിന്നുള്ള ഏറ്റവും മികച്ച പേസർ കളത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75-ാം വയസ്സിൽ വിരമിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയായിരുന്നു പരാമർശം. तो मैं लोगों को, देश के लोगों को आगाह करना चाहता हूं, मोदी जी अपने लिए वोट नहीं मांग रहे। मोदी जी अमित शाह को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं। मैं पूछना चाहता हूं मोदी जी से और अमित शाह जी से, ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे हैं। 75-ാം വയസ്സിൽ മോദി വിരമിച്ചാൽ മോദി ഗ്യാരണ്ടി അമിത്ഷാ പൂർത്തിയാക്കുമോ എന്നായിരുന്നു കെജ്രിവാളിന്റെ ചോദ്യം. അടുത്ത തവണയും മോദി തന്നെ പാർട്ടിയെ നയിക്കുമെന്നും മോദി വിരമിക്കില്ലെന്നും അമിത്ഷാ തിരിച്ചടിച്ചു. मोदी जी 75 साल के हो जाए, इससे आपको आनंदित होने की जरूरत नहीं है। ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है। मोदी जी ही ये टर्म पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे। इसमें भारतीय जनता पार्टी में कोई कंफ्यूजन नहीं है, ये कंफ्यूजन खड़ा करना चाहिए। വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർക്കെ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു രാഷ്ട്രീയ വിമർശനത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഒരു ചോദ്യത്തിന്റെയോ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിലൊക്കെ ഇത് ഏറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ഇന്ന് കെജ്രിവാൾ നടത്തിയ പ്രസ്താവന. അതിൽ മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവനയും. ഇതിലൂടെ BJP വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നുണ്ടല്ലോ. അണികൾക്കിടയിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിലോ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകരുത് എന്ന ജാഗ്രത BJPയും പുലർത്തുന്നുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് LK അദ്വാനിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലമുറ മാറ്റം എന്നുള്ളതായിരുന്നു. 75 വയസ്സായവർ പാർട്ടി സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ ഗോവയിൽ നരേന്ദ്രമോദി NDAയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതിന് സമാനമായിട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിന് 75 വയസ്സ് തികയുകയാണ്. അങ്ങനെ 75 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥാനമൊഴിയും എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് കെജ്രിവാളിലെ കൗശലക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ഇന്ന് ചെയ്തത്. അതുവഴി BJP നേതൃത്വത്തിലും BJP അണികളിലും ഒരു ആശയക്കുഴപ്പം വരുത്തുക എന്നുള്ളതാണ് കെജ്രിവാളിന്റെ ഒരു തന്ത്രമായി മാറിയിട്ടുള്ളത്. കാരണം നരേന്ദ്രമോദിയെ മുൻനിർത്തി മോദി ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് തേടുന്ന BJPയെ സംബന്ധിച്ച് നരേന്ദ്രമോദി അടുത്ത വർഷം അധികാരത്തിൽ നിന്ന് പോകുമെന്ന പ്രതീതി സൃഷ്ടിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്നത് BJPയുടെ ദേശീയ നേതൃത്വത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. ആ തന്ത്രമാണ് അരവിന്ദ് കെജ്രിവാൾ പയറ്റിയത്. അദ്ദേഹം പറഞ്ഞതിൽ മോദി മാറിയാൽ അടുത്തതായി വരുന്നത് അമിത്ഷാ ആയിരിക്കും, യോഗി ആദിത്യനാഥ് ആയിരിക്കില്ല. മോദി ഇപ്പോൾ വോട്ട് ചോദിക്കുന്നത് അമിത്ഷായും പ്രധാനമന്ത്രിയാക്കാനാണ് എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ അമിത്ഷാ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി രംഗത്ത് എത്തിയിരിക്കുന്നത്. മോദി തന്നെയായിരിക്കും ഭരണം നടത്തുക. പാർട്ടി ഭരണഘടനയിൽ 75 എന്നത് വിരമിക്കൽ പരിധിയായി നിശ്ചയിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, മോദി വിരമിക്കുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ തന്ത്രപരമായ പ്രസ്താവനയോട് വളരെ വേഗത്തിൽ തന്നെ അതിന്റെ അപകടം മനസ്സിലാക്കി പ്രതികരിക്കുകയാണ് BJP. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. മദ്യപന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് നഗരസഭാ ശുചീകരണ തൊഴിലാളിക്ക് സസ്പെൻഷൻ. പെരുമ്പാവൂർ നഗരസഭയിലെ തൊഴിലാളി വീരനെതിരെയാണ് നടപടി. മുമ്പ് ജിഷ വധക്കേസിൽ മൃതദേഹം സംസ്കരിക്കാൻ വൈകിയതിനും വീരൻ നടപടി നേരിട്ടിട്ടുണ്ട്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, എന്താണ് ഈ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വീരനാണ് ഈ മോഷണം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞത്?
ഗോകുൽ, ഇന്നലെ രാത്രി പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് ഈ മോഷണം നടക്കുന്നത്. അവിടുത്തെ രാത്രികാല ജീവനക്കാരനാണ് വീരൻ. പെരുമ്പാവൂർ നഗരസഭ തന്നെ ചുമതലപ്പെടുത്തിയതാണ്. വർഷങ്ങളായി ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ജോലി നോക്കുന്ന ആളാണ്. അവിടെ മദ്യപിച്ച് ലക്ക് കെട്ടുകിടന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പോക്കറ്റിൽ നിന്നാണ് വിലപിടിപ്പുള്ള സ്മാർട്ട് ഫോൺ ഇയാൾ മോഷ്ടിക്കുന്നത്. ഇത് ചില ആളുകൾ നഗരസഭയിൽ അറിയിക്കുകയും പിന്നീട് CCTV ഒക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംഭവം ശരിയാണ് എന്ന് നഗരസഭയ്ക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജോലിയിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തിയിട്ടുള്ളത്. മുൻപും പലതവണ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് വീരൻ എന്നുള്ളതാണ് നഗരസഭ അധികൃതർ പറയുന്നത്. പ്രധാനമായും പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ ഈ മൃതദേഹം ദഹിപ്പിക്കാൻ നൽകിയ സമയത്തിൽ നിന്നും മണിക്കൂറുകൾ വൈകി മൃതദേഹം സംസ്കരിച്ചതിന്റെ പേരിൽ നടപടി നേരത്തെ നേരിട്ടിരുന്നു. അങ്ങനെ പല അച്ചടക്ക നടപടികളും നേരിട്ടിട്ടുണ്ട്. എന്തായാലും 3 ദിവസത്തെ സമയം വിശദീകരണം നൽകാൻ വേണ്ടി വീരന് നൽകിയിട്ടുണ്ട്. കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നാണ് പെരുമ്പാവൂർ നഗരസഭ അറിയിക്കുന്നത്. ഏതായാലും വീരന്റെ ആ മോഷണം ക്യാമറ കണ്ടു. ഏതായാലും നടപടി ഉണ്ടായിട്ടുണ്ട്. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് പെരുമ്പാവൂരിലെ ശുചീകരണ തൊഴിലാളിയായ വീരനെ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കരിപ്പൂരിൽ വിമാനം വൈകുന്നതിനെ തുടർന്ന് യാത്രക്കാരുടെ പ്രതിഷേധം. രാവിലെ 10:10 ബഹ്റൈനിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. സാങ്കേതിക തകരാറെന്നാണ് വിമാന കമ്പനി അധികൃതർ പറയുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ഷഹദ്, എന്താണ് ഇപ്പോൾ പകരം സംവിധാനമോ അല്ലെങ്കിൽ വിമാനം പുറപ്പെടുവാനുള്ള സാഹചര്യമോ ഒരുങ്ങിയിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് വിമാന കമ്പനി നൽകുന്ന വിശദാംശം എന്താണ്? രാവിലെ 10:10 കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഈ വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ വിമാനം പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം. പ്രത്യേകിച്ച് ഈ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും പലരും പല രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ രാവിലെയൊക്കെയുള്ള ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ പ്രയാസം യാത്രക്കാർ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ അവർക്കുള്ള ഭക്ഷണം മറ്റ് സാധനങ്ങളൊക്കെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. സാങ്കേതിക തകരാറാണ് എന്നുള്ളതാണ് നിലവിൽ ഔദ്യോഗികമായിട്ട് ഈ യാത്രക്കാരെ ഇവർ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആദ്യഘട്ടത്തിൽ വൈകിട്ട് 4 മണി അല്ലെങ്കിൽ 5 മണിയോടുകൂടി ഈ ഫ്ലൈറ്റ് പുറപ്പെടുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്ത് ഫ്ലൈറ്റിന് പുറപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം സാങ്കേതിക തകരാർ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വിവരം ലഭ്യമാകുമ്പോൾ 6:30 ഈ ഫ്ലൈറ്റ് പുറപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, കരിപ്പൂരിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിമാനമാണ് വൈകുന്നത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.